ഹലോ JEE ആസ്പിറൻസ്, നമ്മുടെ JEE മെയിൻ ഫസ്റ്റ് സെഷന്റെ എക്സാമിനേഷന് ഇനി വെറും 4 മാസമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഇപ്പോഴെല്ലാവരും ഒരു ടെൻസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് നമുക്കറിയാം എന്തായാലും 97% ആൻഡ് എബവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് NIT-യിലുള്ള ഒരു സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. സോ നൗ ദിസ് ഈസ് ഹൈ ടൈം ടു പ്ലാൻ യുവർ സെൽഫ്. കാരണം ഈ 4 മാസം കൊണ്ട് നമുക്ക് 97% അല്ലെങ്കിൽ 99% എങ്ങനെ എത്താം എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിരിക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഈവൻ ദോ വി ഹാവ് 2 സെഷൻസ് എക്സാംസ് കമ്മിങ്, ജനുവരിയിലും ഏപ്രിലും ആയിട്ട് നമുക്ക് 2 ഫേസ് എക്സാംസ് നടക്കുന്നുണ്ടെങ്കിലും യു ഷുഡ് ഫോക്കസ് ഓൺ ജനുവരി സെഷൻ. കാരണം എങ്കിൽ മാത്രമാണ് IIT-യിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് JEE അഡ്വാൻസ്ഡിന് വേണ്ടി ഇനഫ് ടൈം ഓഫ് പ്രിപ്പറേഷൻ കിട്ടുള്ളൂ. മാത്രമല്ല ഫസ്റ്റ് ഫേസിൽ തന്നെ നമുക്ക് 97% ആൻഡ് അബവ് മാർക്സ് സെക്യൂർ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്യുകയും which will also help in our other exam preparation. So എല്ലാവരുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് your target should be the first phase. ജനുവരി നടക്കുന്നത് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ്. Now the question, ഈ 4 മാസം കൊണ്ട് നമുക്ക് 97% or 99% സാധ്യമാണോ? And the answer is definitely yes. എങ്ങനെ നമുക്ക് 97% നേടിയെടുക്കുക എന്നുള്ളതാണ്. Before that you should know the strategy, you should understand the marking scheme. 97% and above marks നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം you should focus for 150 plus marks. 300-ൽ 150-ന് മേലെ മാർക്സ് ഉണ്ടെങ്കിൽ 97% and above ആണ്. And it varies from shift to shift. കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കിയാൽ 2024-ലെ മാർക്കിംഗ് സ്കീം നോക്കിയാൽ 200 പ്ലസ് ഉള്ള ഒരാൾക്ക് 99%, 150 or 160 പ്ലസ് ഉള്ളവർക്ക് 97% and above മാർക്സ് ഈസി ആയിട്ട് ലഭ്യമായിട്ടുണ്ട്. So if you are going to target 150 marks out of 300, എങ്ങനെ നമ്മൾ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സോ നമ്മൾ ഇതിലേക്ക് ഈ വീഡിയോയിൽ മുഴുവനായി സംസാരിക്കാൻ പോകുന്നത് 150 പ്ലസ് മാർക്സ് എങ്ങനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇഫ് ഇറ്റ് ഈസ് 150 ഔട്ട് ഓഫ് 300, ഡെഫിനറ്റ്ലി 50% സിലബസ് കംപ്ലീഷനിലൂടെ നമുക്ക് പ്രോപ്പറായി 150 മാർക്സ് ഓർ 97% ആൻഡ് അബവ് ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാം. അപ്പോൾ 50% അല്ലെങ്കിൽ പകുതി സിലബസ് മാത്രം പഠിച്ചാൽ പോലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ് 97 എന്നുള്ള റിയാലിറ്റി നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളണം. ആൻഡ് നൗ ദ ക്വസ്റ്റ്യൻ, ഈ പകുതി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടോ? ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ആൻസർ യെസ് ആണ്. ബട്ട് യു ഹാവ് ടു സ്റ്റിക്ക് ടു യുവർ പ്രിപ്പറേഷൻ. കാരണം യു കനോട്ട് മേക്ക് സില്ലി മിസ്റ്റേക്സ്. നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് ഉണ്ടാവാൻ പാടില്ല. ഇഫ് യു നോ വൺ ചാപ്റ്റർ, മേക്ക് ഷുവർ ദാറ്റ് യു നോ ഓൾ ദി കോൺസെപ്റ്റ്. കാരണം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം പഠിച്ച് JEE മെയിൻ എക്സാമിനേഷൻ നമുക്ക് എഴുതാൻ കഴിയില്ല. യു ഷുഡ് നോ എവറി നോക്ക് ആൻഡ് കോർണർ ഓഫ് ദാറ്റ് സബ്ജക്ട് ഓർ ടോപ്പിക്. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ 100% JEE മെയിൻ ലെവൽ നിങ്ങൾ പഠിക്കുക എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നൗ ലെറ്റ് us see how the marks should be splitted. 150 മാർക്സ് കിട്ടാൻ ഞാൻ എങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ടാർഗറ്റ് ചെയ്യണം is the next question, right? അപ്പൊ അതിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഔട്ട് ഓഫ് 3 സബ്ജക്ട് 2 സബ്ജക്ട് ഷുഡ് ബി സ്ട്രോങ്. നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കേണ്ട 2 സബ്ജക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആൻഡ് പ്രിഫറബ്ലി അവർ സജഷൻ വിൽ ബി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ബിക്കോസ് മാത്സില് സൂപ്പർ സ്ട്രോങ് ആകാനുള്ളത് യെസ് യു ക്യാൻ, ബട്ട് യു നോ ദ പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു സ്കോർ ഫ്രം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. സോ ലെറ്റ് us say ഫിസിക്സിൽ നമുക്ക് അറൌണ്ട് 70 മാർക്സ് സ്കോർ ചെയ്യാം, കെമിസ്ട്രിയിൽ 70 മാർക്സ്. അപ്പൊ തന്നെ നമുക്ക് 140 മാർക്ക് ഔട്ട് ഓഫ് 300 ആയി കഴിഞ്ഞു. ദെൻ ഒരു 20 മാർക്സ് നമുക്ക് മാത്സിൽ ഫോക്കസ് ചെയ്യാം. സോ 70 മാർക്സ് ഓർ 72 മാർക്സ് ആണ് നിങ്ങൾ ഫിസിക്സിൽ വാങ്ങേണ്ടതെങ്കിൽ യു ഷുഡ് ആൻസർ 16 to 80 ക്വസ്റ്റ്യൻസ്. അതായത് 30 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്ന് 18 ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ, എഴുതുന്നതെല്ലാം കറക്റ്റ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. ബിക്കോസ് വി ഷുഡ് ബി 100% ആക്യുറേറ്റ്. എഴുതുന്നത് എപ്പോഴും കറക്റ്റ് ആവണം. ഒരു കൺഫ്യൂഷന്റെ സ്റ്റേറ്റിൽ വെച്ച് നമ്മൾ ഒരിക്കലും ആൻസർ ചെയ്യാൻ പാടില്ല. സോ ലെറ്റ് us say ഫിസിക്സിൽ 18 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുന്നു ആൻഡ് യു ആർ ഗെറ്റിംഗ് 72 മാർക്സ്. സെയിം കേസ് ഫോർ കെമിസ്ട്രി. കെമിസ്ട്രിയിൽ 18 ചോദ്യങ്ങളാണെങ്കിൽ 72 മാർക്കായി. സോ ദാറ്റ് നൗ നമുക്ക് ഓൾറെഡി 144 മാർക്സ് സെക്യൂർഡ് ആണ്. ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ 20 മാർക്സ് ഫ്രം മാത്സ് എന്ന് പറഞ്ഞാൽ 5 ചോദ്യങ്ങൾ മാത്സിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ തന്നെ 160 പ്ലസ് മാർക്സ് നമുക്ക് കിട്ടി. വിച്ച് മീൻസ് 97% ഓർ 98%-നേക്കാളും കൂടുതൽ സ്കോർ ഫസ്റ്റ് ഫേസിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത്, ഫിസിക്സ്, കെമിസ്ട്രിയിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകൾ ഇതുവരെ പഠിച്ചു എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇനി ഏതൊക്കെയാണ്, ബിക്കോസ് യുവർ ലെക്ചേഴ്സ് വിൽ ബി സ്റ്റിൽ ഗോയിങ് ഓൺ, യുവർ പ്രിപ്പറേഷൻ വിൽ ബി സ്റ്റിൽ ഗോയിങ് ഓൺ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. സിലബസ് കംപ്ലീഷൻ മേ ബി നവംബർ ഓർ ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ അവർ പ്ലാൻ ഷുഡ് ബി ഹൗ ടു റിവൈസ് ഇറ്റ് പ്രോപ്പർലി. അപ്പൊ അതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഷോർട്ട് നോട്ട്സ്, നേരത്തെ നമ്മുടെ സജഷൻ പ്രകാരം എല്ലാവരും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ യു ഷുഡ് ഹാവ് എ ഗുഡ് ഷോർട്ട് നോട്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ പഠിച്ച ഭാഗങ്ങൾ ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന സബ്ജക്ട്സ് ആൻഡ് ടോപ്പിക്സ് കണ്ടെത്തുക.
ഇങ്ങനെ നമുക്ക് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനുവരിയിൽ തന്നെ എന്തുകൊണ്ട് ഇത് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. ഇനി എങ്ങനെ ഈ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം? ദാറ്റ് ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി യുവർ സ്ട്രാറ്റജി? എങ്ങനെ ടൈം എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യും? ബിക്കോസ് എല്ലാ ആൾക്കാരുടെയും പ്രശ്നം, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ദ ടൈം. കാരണം ഇപ്പോഴും പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലെക്ചേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് യു ഫീൽ ലൈക്ക് യു ആർ കംപ്ലീറ്റ്ലി പാക്ക് ടു ദ ലെക്ചേഴ്സ്, ബട്ട് ആക്ച്വലി യു ആർ നോട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഓർ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഈ സ്ട്രാറ്റജി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്പർ 1, കണ്ടിന്യൂ യുവർ ലേണിംഗ്. നമ്മൾ ലെക്ചർ കണ്ടുകൊണ്ട് ഒരു ക്ലാസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു വാച്ച് യുവർ ക്ലാസ്സസ്, യു അറ്റൻഡ് യുവർ ലൈവ് ക്ലാസ്സസ് ആൻഡ് കണ്ടിന്യൂ ലേണിംഗ്. ആൻഡ് എസ്പെഷ്യലി മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ വെരി ഗുഡ് ലിസണർ. വളരെ അറ്റൻറ്റീവ് ആയിട്ട് ക്ലാസ്സുകളിൽ ഇരുന്നിട്ട് ഇനി അങ്ങോട്ട് നടക്കുന്ന സബ്ജക്റ്റുകളും ചാപ്റ്റേഴ്സും എല്ലാം മാക്സിമം ക്ലാസ്സിൽ തന്നെ എഫേർട്ട് ഇട്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ഇതുവരെ കഴിഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ റിവിഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആണ്. ബിക്കോസ് അതല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഡു പ്രോപ്പർ റിവിഷൻ വിത്ത് യുവർ ഷോർട്ട് നോട്ട്സ്. ആൻഡ് ദ തേർഡ് വൺ, നിങ്ങൾ റിവിഷനുമായി ബന്ധപ്പെട്ട് വറി ചെയ്യേണ്ടതില്ല. ബിക്കോസ് എനിവേ മിഷൻ 99 percentile is coming soon, which will definitely help you to have a quick revision or all the major topics related to JEE Mains. So you can wait for that and you can continue the revision along with us. Okay? അങ്ങനെ നമ്മൾ റിവിഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയും ലെക്ചേഴ്സ് നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്യണം, റിവിഷൻ ചെയ്യണം. ആൻഡ് ഹൗ ദിസ് ക്യാൻ ബി ഡൺ എഫക്റ്റീവ്ലി? ബിക്കോസ് വി ഫീൽ ലൈക്ക് വി ലാക്ക് ടൈമിങ്. നമുക്ക് സമയമില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര മണിക്കൂർ നമ്മൾ പഠിക്കണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. സോ ഐ വിൽ ഗിവ് യു ആൻ ഐഡിയ ദാറ്റ് let us say 24 മണിക്കൂറിൽ you can take 8 hours for sleep. Okay, because sleep എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല വൃത്തിക്കുള്ള സ്ലീപ്പിംഗ് സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. So let us say you are going for 8 hours sleep. Okay, അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് again 16 hours ആണ് one ഡേയിൽ ബാലൻസ് വരുന്നത്. Let us say you are learning for 12 hours. 12 മണിക്കൂർ പഠിക്കുന്നു, ബാക്കി വരുന്ന 4 മണിക്കൂർ നമുക്ക് ബഫർ ആയിട്ട് വെക്കാം. ബഫർ ഇൻ ദ സെൻസ് യു നീഡ് ടൈം ടു ഈറ്റ്, യു നീഡ് ബ്രേക്ക് ടൈം നമുക്ക് ആവശ്യമുണ്ട്, റീഫ്രഷ്മെന്റ് ടൈമുകൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു 4 hours ബഫർ ആയിട്ട് നമ്മൾ മാറ്റിവെച്ചാലും എഫക്റ്റീവ്ലി 12 hours ഓഫ് സ്റ്റഡി ഇസ് എ മസ്റ്റ്. കാരണം ഇനിയും 97 percentile ആൻഡ് എബവ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ IIT സീറ്റാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, യു കാൻ റെസ്റ്റ്. ഓക്കെ, 12 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ 12 hours തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി 6 to 7 hours നിങ്ങൾക്ക് ലെക്ചേഴ്സ് ഉണ്ടാവാം. സോ യു ബി പ്രസന്റ് ഇൻ ദ ലെക്ചേഴ്സ്, യു ബി പ്രസന്റ് ഇൻ ദ ലൈവ് ക്ലാസ്സസ് ആൻഡ് യു അറ്റൻഡ് ഓൾ ദ ലെക്ചേഴ്സ്. റിമൈനിങ് 5 to 6 hours ആണ് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ വീഡിയോ കാണുന്നവരെ നിർബന്ധമായിട്ടും 6 hours സെൽഫ് ഞാൻ പഠിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലെറ്റ് us say എങ്ങനെ ഈ 5 hours or 6 hours നമുക്ക് നന്നായിട്ട് എങ്ങനെ പഠിക്കാം? കാരണം 6 hours മേ ബി യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബുക്ക് ബട്ട് യു ആർ നോട്ട് ആക്ച്വലി ലേണിംഗ്. വി കാൺ വേസ്റ്റ് ടൈം ബിക്കോസ് ദിസ് ഈസ് വെരി ക്രൂഷ്യൽ ടൈം. നമ്മുടെ ജീവിതത്തിന്റെ ഗതി തീരുമാനിക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ യു സ്റ്റഡി വെരി വെൽ. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ ഞാൻ എന്റെ സമയം പാഴാക്കാതെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സോ നമ്പർ 1 തിങ് ഈസ് ദാറ്റ് യു കാൺ വേസ്റ്റ് യുവർ ടൈം ഓൺ സിലി മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ടൈം നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓൾറെഡി നിങ്ങൾ ലെക്ചേഴ്സ് കേൾക്കുന്നുണ്ടാവും, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ആൻഡ് യു വിൽ ഗെറ്റ് നോട്ട്സ്. നമുക്ക് PDF നോട്ടുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ വീണ്ടും മറ്റ് തിയറി ബുക്കുകൾ വായിക്കാൻ നോ, യു ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് അഡീഷണൽ റീഡിംഗ് ഈസ് നോട്ട് റിക്വയർഡ്. യു ജസ്റ്റ് അറ്റൻഡ് യുവർ ക്ലാസ്സസ് ആൻഡ് യു കൻ റീഡ് NCERT. ആ ദിവസം എടുത്തിരിക്കുന്ന ഭാഗം എസ്പെഷ്യലി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബിക്കോസ് ലാസ്റ്റ് 2 years 2023-ലും 24-ലും NCERTയുടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ യു ക്യാൻ മേക്ക് എ ഹാബിറ്റ് ഓഫ് റീഡിംഗ് NCERT. അതുകൊണ്ട് NCERT അല്ലാതെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ലെക്ചർ നോട്ട്സ് അല്ലാതെ മറ്റൊന്നും തന്നെ നിങ്ങളുടെ തിയറിക്ക് വേണ്ടി റെഫർ ചെയ്യാതിരിക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു വേസ്റ്റ് യുവർ ടൈം. ഇനി മറ്റൊരുപാട് ബുക്കുകൾ റെഫർ ചെയ്യേണ്ടതില്ല. ആൻഡ് നൗ ലെറ്റ് us see how to do the problems. അതാണ് അടുത്തൊരു ചോദ്യം. എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം? ഡോണ്ട് ടേക്ക് സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം സോ മെനി ബുക്സ്. വേണ്ട, അത് വീണ്ടും ടൈം വേസ്റ്റ് ആവുന്നതിലേക്ക് നയിക്കും. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ PYQ. JEE 2020 ശേഷമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് മാത്രമാണ് നമുക്ക് ആക്ച്വലി JEE മെയിൻ 2025 പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. സോ മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ് യു ആർ പ്രാക്ടീസിംഗ് ഈസ് ഐദർ ഫ്രം യുവർ DPP, ഫ്രം യുവർ ലെക്ചർ നോട്ട്സ്, ഫ്രം യുവർ ലൈവ് ക്ലാസ്സസ് ഓർ ഫ്രം PYQ സെഷൻസ്. ഈ PYQs തന്നെ
ഒരു ദിവസം എത്ര PYQ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ ഐ വിൽ സജസ്റ്റ് യു 50 to 100 ക്വസ്റ്റ്യൻസ് വരെ ചെയ്യാം. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ്. ലെറ്റ് us say ഒരു ദിവസം 50 ക്വസ്റ്റ്യൻസ് PYQല് സെൽഫായിട്ട്, അപ്പാർട്ട് ഫ്രം ദി അതർ ക്വസ്റ്റ്യൻസ് യു ആർ ഡൂയിങ് ഇൻ ദ ക്ലാസ്, സെൽഫ് പ്രിപ്പറേഷൻ സമയത്തുള്ള 5 hours തന്നെ ഓർ 6 hours തന്നെ ഒരു ദിവസം 50 ക്വസ്റ്റ്യൻസ് ചെയ്യും എന്നുള്ള ടാർഗറ്റ് ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. ആൻഡ് യു ഡു ദാറ്റ്. അങ്ങനെയാണെങ്കിൽ തന്നെ വീക്കിലി നമുക്ക് 7 days ഉണ്ട്. ലെറ്റ് us say 6 days ആണ് നമ്മൾ ഈ ഒരു പാറ്റേണിലേക്ക് ഫോളോ ചെയ്യുന്നതെങ്കിൽ മേ ബി ഒരു ദിവസം നിങ്ങൾക്ക് ബഫർ ഡേ ആയിട്ട് വെക്കാം, ടു റിവൈസ്, ടു ക്ലിയർ യുവർ ബാക്ക്ലോഗ്സ്, അങ്ങനെയുള്ള ടു റൈറ്റ് എക്സാംസ്. അതിനുവേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചാലും 6 days നിങ്ങൾ ഇങ്ങനെ 50 ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ വീക്കിലി 300 ക്വസ്റ്റ്യൻസ് PYQസിലൂടെ നമ്മൾ കടന്നു പോകും. ഇതൊരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. അതാ പറയുന്നത് എപ്പോഴും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ യു ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് ദ ക്വസ്റ്റ്യൻസ്. അതിന് അല്ലാതെ ഒരു ദിവസം ഇരുന്നുകൊണ്ട് 1000 ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ വന്നാൽ ഒരു മാസം തന്നെ നിങ്ങൾക്ക് അറൌണ്ട് 4x3 1200 ചോദ്യങ്ങൾ അടുത്തൊരു മാസം ഒക്ടോബർ മന്തിൽ കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് നവംബർ മാസം വരുമ്പോഴേക്ക് വീണ്ടും അഡീഷണൽ ആയിട്ട് അപ്പാർട്ട് ഫ്രം ഓൾ ദി അതർ ക്വസ്റ്റ്യൻസ് ഇൻ ദ ലൈവ് ക്ലാസ്സസ് നിങ്ങൾ വീണ്ടും ഒരു 1200 ചോദ്യങ്ങൾ കണ്ടാൽ അറൌണ്ട് 2400 ഓർ 2500ഓളം ചോദ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ വീക്കിലി എക്സാംസ് നമ്മൾ ഓൾറെഡി എഴുതും. സോ ഈ ഒരു പാറ്റേണിലേക്ക് പോകുമ്പോൾ തന്നെ നവംബർ മാസത്തിൽ 2500 ചോദ്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നു. ഡിസംബർ ആൻഡ് ജനുവരി വി ഹാവ് എ പ്രോപ്പർ റിവിഷൻ പ്ലാൻ. വി ഹാവ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ വിച്ച് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് റിവിഷൻ പ്ലാൻ യു ക്യാൻ എവർ ഹാവ്. അതുകൊണ്ട് ലാസ്റ്റ് 2 monthsന്റെ റിവിഷൻ, എക്സാം സ്ട്രാറ്റജീസ് അതിനെപ്പറ്റി വറീഡ് ആവേണ്ട. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇപ്പൊ നടക്കുന്ന ലെക്ചേഴ്സ് കണ്ടിന്യൂ ചെയ്യുക, കഴിഞ്ഞു പോയിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക, ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള PYQs ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്താൽ തന്നെ ടൈം മാനേജ്മെന്റ് എന്നതൊരു ചോദ്യമേ അല്ല. ബിക്കോസ് വി ആർ ഡൂയിങ് ദിസ്, വി ആർ മാനേജിങ് ദ ടൈം എഫക്റ്റീവ്ലി ഹിയർ. ഓക്കെ, അതില് ഇത് തുടങ്ങുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹൗ ടു സ്റ്റാർട്ട് ഈസ് അഗെയിൻ എൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതിലേറ്റവും ഫസ്റ്റ് പോയിന്റ്, ക്ലോസ് ഓൾ യുവർ മേജർ ഡിസ്ട്രാക്ഷൻസ്. നമുക്ക് ഡിസ്ട്രാക്ഷൻസ് തരുന്നത് എസ്പെഷ്യലി ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫ്രം ഹോം, ഹോസ്റ്റലുകളിലല്ല നിങ്ങളെങ്കിൽ, വീട്ടിലിരുന്നാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി വി ആർ അഡിക്റ്റഡ് ടു ദ സ്ക്രീൻ. ആൻഡ് യെസ്, നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോംസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് നമ്മുടെ സ്റ്റഡി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ടു റെഫർ സോ മെനി ക്വസ്റ്റ്യൻസ്, സോ മെനി നോട്ട്സ്, to see all the videos. But I would suggest you, other than this platform, you can delete all other platforms like Instagram, Facebook പോലെയുള്ള നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത, നമ്മുടെ പഠനത്തിന് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സംവിധാനങ്ങളെയും നിങ്ങൾ ക്ലോസ് ചെയ്യുക. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ അത് നോക്കാനുള്ള ടെൻഡൻസീസ് ഉണ്ടാവരുത്. ഡീആക്ടിവേറ്റ് ഓൾ യുവർ അക്കൗണ്ട്സ്. ഓക്കെ, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് സജഷൻ. ആൻഡ് ദെൻ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. കാരണം ഇനി വരുന്ന 4 മാസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. യു കാൺ വെയിറ്റ് ഫോർ സെക്കൻഡ് ഫേസ്. ഫസ്റ്റ് ഫേസ് തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫേസ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ ടൈം ലൈൻ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. 97 percentile, 150 marks, 2 strong subjects, 50 questions per day, 12 hours of study, 8 hours of sleep and 4 hours for buffer activities. Okay, ഇത്രയും കാര്യങ്ങൾ നന്നായി ചെയ്യാൻ തുടങ്ങുക. സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ നൗ. ഒരു സമയം വേസ്റ്റ് ചെയ്യരുത്, മറ്റു ഫംഗ്ഷൻസിലേക്ക് പോകരുത്. ആൻഡ് ബി ഹെൽത്തി, യു ഈറ്റ് വെൽ, യു ഡ്രിങ്ക് വെൽ, ബി ഹെൽത്തി ആൻഡ് യു സ്റ്റഡി അ ലോട്ട്, യു സ്ലീപ്പ് അ ലോട്ട്. അങ്ങനെ ഒരുപാട് PYQs ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഫേസ് നന്നായിട്ട് എഴുതാം. 97 percentile ആൻഡ് അബവ് എല്ലാവർക്കും ലഭ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.